നമ്മളിപ്പോൾ പലപ്പോഴും ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കുറേ നടപടികളുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു, പിന്നീട് അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്നു, വീണ്ടും അടുത്ത അപകടം ഉണ്ടാകുന്നു. അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ താനൂർ ബോട്ടപകടമൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുണ്ടായി, എന്തായിരുന്നു ആ ബോട്ട് എന്തായിരുന്നു സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പിന്നീട് അത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ചാലിയാറിന് കുറുകെ കോഴിക്കോട് ചാലിയത്തെയും ബേപ്പൂരിനെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ജങ്കാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. താനൂർ ബോട്ട് അപകടത്തെ തുടർന്ന് മാറ്റിയ ജങ്കാർ വീണ്ടും മാറ്റി മറ്റൊരു ജങ്കാർ സർവീസിനെത്തിച്ചെന്നാണ് പരാതി. കുത്തൊഴുക്കുള്ള പുഴയിൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള പുതിയ ജങ്കാർ ഓടിക്കണമെന്നാണ് ആവശ്യം. ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ജങ്കാർ സർവീസ് അഴിമുഖത്തോട് ചേർന്ന് സർവീസ് നടത്തുന്നതിനാൽ സുരക്ഷയിലും കൂടുതൽ ജാഗ്രത വേണം. അങ്ങനെയാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം താനൂർ അപകടത്തിന് പിന്നാലെ ജങ്കാർ മാറ്റിയത്. അങ്ങനെ മാറി വന്ന ജങ്കാർ വീണ്ടും മാറ്റിയെന്നാണ് പരാതി. ഒരുപാട് ആൾ സഞ്ചരിക്കണ്ടല്ലോ, നിരന്തരം ടൂറിസ്റ്റുകളും നിരന്തരം അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ കടന്നു പോകുന്നതിനെ കൊണ്ട് നമുക്കത് സുരക്ഷ ഇപ്പോൾ താനൂർ ബോട്ടപകടം ഈ സുരക്ഷാ പ്രശ്നം കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഞാൻ പരാതി കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷിക്കാനായി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. അതേസമയം നിലവിൽ സർവീസ് നടത്തുന്ന ജങ്കാറിൽ പരിശോധന നടത്തിയെങ്കിലും സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താനായില്ലെന്ന് ബേപ്പൂർ പോർട്ട് ഓഫീസർ അറിയിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.